ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റദ്രസ് കിച്ചൺ. കുറേ ദിവസങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് ഇട്ടിട്ട് അപ്പോൾ വീഡിയോ ഇടാനൊക്കെ ഒരു മടി പിടിച്ചു. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്, നോമ്പിൻ്റെയൊക്കെ മുമ്പ് കേട്ടോ. അപ്പോൾ നനച്ചുകൊള്ളി സമയത്ത് എൻ്റെ അഞ്ചത്തിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയതാണ്. ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ് കേട്ടോ. അമ്മക്ക് ഇപ്പോൾ ചിക്കൻ ബോക്സ് ഒക്കെയാണ്. അപ്പോൾ ഉമ്മ സുഖമില്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ അഞ്ചത്തിക്ക് എല്ലാ പണിയും കൂടെ ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഉമ്മാനെ നോക്കലും പിന്നെ അവൾ പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ അവളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന സഹായം ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാനും കുട്ടികളും കൂടെ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയതാണ് കേട്ടോ, നോമ്പിൻ്റെ മുമ്പ്. അങ്ങനെ കുറേശ്ശെ പണികളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. പിന്നെ കുറച്ച് ഓലയുണ്ട് കേട്ടോ, പട്ടാണ് ഞങ്ങളിതിനെ പറയാം, തെങ്ങും പട്ട. അപ്പോൾ അത് കുറേ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മർത്തെ വീട്ടിൽ നിന്ന് ഞാൻ വലിച്ചു കൊണ്ടുവന്ന് ഇട്ടതാണ്. അതൊക്കെ ഞാനിത് ഓലയൊക്കെ വേറൊരു കെട്ടാക്കി, പിന്നെ ആ മടലുണ്ടല്ലോ അത് വേറൊരു ഭാഗത്ത് ഇങ്ങനെ ചെറുതായി വെട്ടിയിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി കൊടുത്ത് അവൾക്ക് പിന്നെ പണി കഴിഞ്ഞ് കടയിൽ നിന്ന് വന്നാലും ചെറുതായിട്ടുള്ള പണികളൊക്കെ മാത്രം ചെയ്താൽ മതിയല്ലോ. ഇത് ചെയ്യാനുള്ള സമയമൊന്നും അവൾക്ക് കിട്ടില്ല കേട്ടോ. ആകെ ഒരു ദിവസം ഞായറാഴ്ച മാത്രം അവൾക്ക് ലീവ് ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് നനച്ചുകൊളിപ്പണിയും ചെയ്യണം. പിന്നെ അല്ലാതെ കുറേ പണികളൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളം പിടിക്കൽ, അങ്ങനെ ഓരോ പണികളൊക്കെ ഉണ്ട്. പിന്നെ ഉമ്മാനെ നോക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, വയ്യാതെ ഒരാൾ കിടന്നാൽ അത് ചെറിയ ആളാണെങ്കിലും പ്രായമായ ആളാണെങ്കിലും എത്ര സൗകര്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വയ്യാതെ കിടക്കുന്ന ആളെ നോക്കുന്നത് കുറച്ച് റിസ്ക് പിടിച്ച കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ റബ്ബ് നമ്മളെ അങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ എത്ര വയ്യാത്ത ആളാണെങ്കിലും ഉമ്മയോ അമ്മായിയമ്മ ആരാണെങ്കിലും അത് നോക്കണതിൻ്റെ പുണ്യം വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ പ്രായമായ വയ്യാത്ത ആൾക്കാരെ നോക്കാനൊക്കെ നമുക്ക് ഭാഗ്യം ഉണ്ടാവണം കേട്ടോ. ഭാഗ്യമുള്ളവർക്ക് അങ്ങനെ നോക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് കേട്ടോ പറയാറുള്ളതും കേട്ടിട്ടുള്ളതും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഇവിടെ പട്ടാമ്പിയിൽ എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് പട്ടാമ്പിയിലത്തെ ക്വാർട്ടേഴ്സിലെത്തി. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുട്ടികൾ സ്കൂളിലൊക്കെ പോയി കുറച്ച് ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ ചിക്കൻ കറി കുറച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇതാ കുറച്ച് നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അടുത്തുള്ള അവിടെ ഇങ്ങനെ നെയ്ച്ചോറിൻ്റെയും ബിരിയാണീൻ്റെയും മണം വന്നപ്പോൾ എൻ്റെ ആയാൻകുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എനിക്ക് ബിരിയാണി ചോറ് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശി പിടിക്കലായിരുന്നു. അപ്പോൾ ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്ന് ഞാൻ കുക്കറിൽ വെച്ചതാണ് കേട്ടോ നെയ്ച്ചോറ്. പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് എടുക്കാൻ ആരും മറക്കരുത്, എല്ലാവരും മറക്കാതെ ലൈക്കൊക്കെ ചെയ്യണം. അതിൻ്റെ മുമ്പ് തന്നെ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടും ഓരോ പണിയും പിന്നെ ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. മെയിനായിട്ട് ഉമ്മാക്ക് സുഖമില്ല, അത് തന്നെയാണ്, ശരീരവേദന നല്ലപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വസൂരി എന്ന് പറഞ്ഞാൽ പലതരം വസൂരി ഉണ്ട്. അപ്പോൾ അതിൽ നരമ്പ് വസൂരി എന്ന് പറയും കേട്ടോ. ആ അസുഖമാണ് കേട്ടോ എൻ്റെ ഉമ്മാക്ക് വന്നിട്ടുള്ളത്. ഇത് നല്ല വേദന ഉണ്ട് കേട്ടോ. അപ്പോൾ എന്ന് ഞാൻ ഉമ്മാനെ വിളിക്കുമ്പോൾ വേദന എന്ന് പറഞ്ഞ് അങ്ങനെ കരച്ചിലൊക്കെയാണ് കേട്ടോ കേൾക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങേറൊന്നുമില്ല അല്ലേ. അതാണ് പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ഒരു മടി, എടുത്ത വീഡിയോ ഇടാനും ഒരു മടി ആയത് കേട്ടോ. അങ്ങനെ നെയ്ച്ചോറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതാ രാവിലെ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു പ്ലാനും ഇല്ലാതെ നെയ്ച്ചോറ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഉച്ചക്കലേക്ക് കുട്ടിക്ക് കൊടുത്താൽ വൈകുന്നേരം അവർക്കുള്ളതും തികയും കേട്ടോ. മക്കൾ വന്നാൽ തികയും. പിന്നെ അത് രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയും കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഓവർ ചൂടല്ല, ഭയങ്കര ചൂട് സമയമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഉച്ചയ്ക്ക് ഇതുപോലെ പഴങ്കഞ്ഞിയൊക്കെയാണ് കേട്ടോ ഞാൻ കുടിക്കുക. അപ്പോൾ തലേ ദിവസത്തെ സാമ്പാറൊക്കെ കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നോമ്പിനൊക്കെ പറ്റുക ഇങ്ങനത്തെ വീഡിയോ കാണാനൊന്നും പറ്റില്ല, ഇടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും എടുത്ത് വെച്ച വീഡിയോ ആയതുകൊണ്ട് അങ്ങനെ തലേ ദിവസത്തെ സാമ്പാറൊക്കെ ഒഴിച്ച് പഴങ്കഞ്ഞി കുടിക്കണത് കുറച്ച് ഉള്ളിയും മുളകും കൂടിയിട്ടൊന്ന് വാട്ടിയെടുത്ത്. ചൂട് സമയമൊക്കെ നല്ലപോലെ ചൂട് സമയമൊക്കെ ആകുമ്പോൾ ഞാൻ അതുപോലെ ഇടയ്ക്ക് പഴങ്കഞ്ഞിയൊക്കെയാണ് കേട്ടോ കുടിക്കുന്നത്. പിന്നെ എനിക്ക് പട്ടാമ്പിയിലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പട്ടാമ്പിയിലൊക്കെ പോയിട്ട് വന്നു. കുറച്ച് സവാളയും ഉള്ളിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ അത് പിറ്റേ ദിവസത്തേക്കുള്ള ദോശയ്ക്കുള്ള മാവ് മിക്സിയിൽ ഞാൻ കുറച്ച് അരച്ച് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നോമ്പ് സമയമാണ്, അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ കണ്ട് സഹകരിക്കണം കേട്ടോ. അപ്പോൾ തിരിച്ചും അതേപോലെ സഹകരണമൊക്കെ ഉണ്ടാവും.